നമസ്കാരം. മഹാത്മാഗാന്ധിജിക്കെതിരെ നരേന്ദ്രമോദി നടത്തിയ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തും കോൺഗ്രസ് പ്രതിഷേധം നടത്തി. ഇതിൻ്റെ ഭാഗമായാണ് ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഒരു പുസ്തകം നരേന്ദ്രമോദിക്ക് തപാൽ അയച്ചിരിക്കുന്നത്. ഞങ്ങളിവിടെ നിൽക്കുന്നത് ശരിക്കും കുറച്ച് അതിശയം പറഞ്ഞിട്ടാണ്. ഒരാഴ്ച മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ആൾക്കാർ ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്തൊരു വാചകം, ഗാന്ധി സിനിമ വരുന്ന മുമ്പ് ആരെങ്കിലും മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു ചോദ്യമായി. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. മാധ്യമപ്രവർത്തകരുടെ മുഖം തന്നെ കണ്ടാൽ മനസ്സിലായി നമ്മൾ എത്ര അതിശയത്തോടാണ് ഈ ചോദ്യം കേട്ടത്. കാരണം ഈ ഗാന്ധി സിനിമ ഉണ്ടാക്കാൻ തന്നെ തോന്നിയത് ഒരു പ്രസിദ്ധപ്പെട്ട വിദേശ ഫിലിം ഡയറക്ടർ ഇങ്ങനെ തോന്നിയത് തന്നെ മഹാത്മാഗാന്ധി ഇത്ര പ്രസിദ്ധപ്പെട്ട ഒരു വ്യക്തിയായ കാരണം തന്നെ ആയിരുന്നത്. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫി അദ്ദേഹത്തിൻ്റെ നവ്ജീവൻ എന്ന് പറഞ്ഞ പബ്ലിക്കേഷൻ്റെ ഓരോരോ ആഴ്ച എഴുതി സീരിയലൈസ് ചെയ്തതായിരുന്നു. അതിനെ പിന്നെ ഇംഗ്ലീഷിലാക്കി യങ് ഇന്ത്യയിൽ അദ്ദേഹം കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ ഒരു പുസ്തകമാക്കി ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ്. അമേരിക്കയിലും കൂടി വലിയ ഒരു ബെസ്റ്റ് സെല്ലറായിരുന്ന ഒരു പുസ്തകമാണ്. മഹാത്മാഗാന്ധിയുടെ ഓരോരു നിമിഷം ലോകം മുഴുവൻ വന്ന് നിങ്ങളെപ്പോലെ മാധ്യമക്കാർ വന്നിട്ട് ഫിൽം ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ കാലത്തിലത്തെ എല്ലാ ന്യൂസ് റീലിലും മഹാത്മാഗാന്ധിയുടെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ലോകത്തിലത്തെ ആ കാലത്ത് നമ്പർ 1 ആയിരുന്ന മാഗസീൻ ടൈം മാഗസീൻ്റെ കവറിൽ ഒരു 5-6 തവണ മഹാത്മാഗാന്ധി ആയിരുന്നു. മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ബക്കിംഗ്ഹാം പാലസിൻ്റെ സ്റ്റെപ്സിൽ കയറി പോകുന്ന വീഡിയോ ഇപ്പോൾ കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കാണാൻ സാധിക്കും. എല്ലാവരും മഹാത്മാഗാന്ധി ആദരിച്ചതാണ്. അദ്ദേഹത്തെക്കുറിച്ച് എത്ര വിദേശ ആൾക്കാരാണ് പുസ്തകങ്ങൾ എഴുതിയത്. ലൂയി ഫിഷറിൻ്റെ ബയോഗ്രഫി ഒരു ലോക ബെസ്റ്റ് സെല്ലറായിരുന്നു 1940s. അപ്പോൾ ഇതെല്ലാം സംഭവിച്ച ശേഷം ഈ RSSലും ഹിന്ദു മഹാസഭയിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്ന നാഥുറാം ഗോഡ്സെ വന്നിട്ട് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊന്നപ്പോൾ ലോകം മുഴുവൻ ദുഃഖം പ്രഖ്യാപിച്ചു. ലോകത്തിൻ്റെ എല്ലാ പത്രത്തിലും 1-ാം പേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണത്തിന് വാർത്ത. എന്നിട്ട് ഐൻസ്റ്റൈൻ, പ്രസിദ്ധപ്പെട്ട ആൽബർട്ട് ഐൻസ്റ്റൈൻ, അദ്ദേഹം പറഞ്ഞു, ഇനി വരാൻ പോകുന്ന തലമുറകൾ ഒരു പക്ഷേ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത്രയൊരു മഹാൻ വ്യക്തി ഈ ലോകത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ജനറേഷൻസ് ടു കം ഇറ്റ് മേ ബി will scarce believe that such a one as this walked in flesh and blood upon this earth. അത് ഐൻസ്റ്റൈനിൻ്റെ വാക്കുകളായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ലോകം ആദരിച്ച് ലോകം ഇത്ര വലിയ മനുഷ്യനായി കണ്ട മഹാത്മാഗാന്ധി അദ്ദേഹത്തെക്കുറിച്ചൊരു സിനിമ ഉണ്ടാക്കണം, ഡോക്യുമെൻ്ററി മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് പലരും ഇറങ്ങി. 1951 ആദ്യത്തെ ശ്രമം. അത് അവസാനത്തിൽ കുറച്ച് ഇന്ത്യൻ ഗവൺമെൻറ് സഹായവും ഉണ്ടായിരുന്നു ഇതിൽ. അതോടെയാണ് 1982 റിച്ചർഡ് ആറ്റൻബറോയുടെ പ്രസിദ്ധപ്പെട്ട സിനിമ ഇറങ്ങിയതും എല്ലാ ഓസ്കറും ജയിച്ച് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകം മുഴുവൻ വീണ്ടും അറിയിപ്പിച്ചത്. ഒരു പുതിയൊരു തലമുറയ്ക്ക് ഐൻസ്റ്റൈൻ പറഞ്ഞ പോലെ ആ കാലത്ത് എല്ലാവർക്കും പറഞ്ഞു മഹാത്മാഗാന്ധി. വരാൻ പോകുന്ന തലമുറയ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത്. ശ്രീ നരേന്ദ്രമോദി ഇതൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വിഷമം തോന്നുന്നത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം കുട്ടിക്കാലം മുതൽക്കേ RSSലാണ്. RSSൽ അവർ എല്ലാ അംഗങ്ങളെ പഠിപ്പിക്കുന്നത് മഹാത്മാഗാന്ധി ആക്ഷേപിച്ചിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഹിംസ അവരെതിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ഓരോരോ വിശ്വാസങ്ങൾ അവർക്ക് തീരെ വിലയില്ല. മഹാത്മാഗാന്ധി ഈ നാടിൽ എല്ലാ മതത്തിൻ്റെയും എല്ലാ സമുദായത്തിൻ്റെയും ഐക്യത്തിന് വേണ്ടി ജീവിച്ച് മരിച്ചതിന് അവരിതുവരെ ക്ഷമിച്ചിട്ടില്ല. മഹാത്മാഗാന്ധി ജീവിച്ചിരിക്കുമ്പോൾ RSSന് ഓരോരോ നേതാക്കൾ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് നോക്കിയാൽ നമുക്ക് നാണക്കേടെ തോന്നുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് വളർന്ന കുട്ടികളാണ് RSSൻ്റെ അകത്ത് വളരുന്നത്. അപ്പോൾ അവർക്ക് മഹാത്മാഗാന്ധിയെക്കുറിച്ച് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ അത് ലോകത്തിൻ്റെ അഭിപ്രായം അല്ലാന്ന് അവർക്ക് ഒന്നാം കാര്യം മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഹീറോസിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. ആ പുസ്തകം ഗുജറാത്തിലായിരുന്നു, പക്ഷേ അതിന് പബ്ലിഷ് ചെയ്തത് ഹിന്ദിയിലും കാണാൻ സാധിക്കും. അതിൽ മഹാത്മാഗാന്ധി ഒരു വാക്കും കൂടിയില്ല, പേരും കൂടിയില്ല. അത് അദ്ദേഹം പ്രധാനമന്ത്രി ആവുന്ന കഷ്ടിച്ച് 5 വർഷങ്ങൾ മുമ്പാണ് ആ പുസ്തകം ഇറങ്ങിയിരിക്കുന്നത്.
പക്ഷേ പ്രധാനമന്ത്രി ആവുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി മഹാത്മാഗാന്ധിയുടെ ഉപയോഗം ഒരു ഭാരതീയ പ്രധാനമന്ത്രിക്ക് വേണ്ടി. ഭാരതീയ പ്രധാനമന്ത്രി ലോകം എവിടെ പോയാലും ഗാന്ധിയുടെ നാടിൻ്റെ പ്രതിനിധിയായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയെ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇത്രയും വൈകി റിയലൈസേഷൻ അതുകൊണ്ട് വരുന്ന കാരണമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് എന്താ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വച്ഛ് ഭാരത് പ്രോഗ്രാമിൽ മഹാത്മാഗാന്ധിയുടെ കന്നഡ അതിൻ്റെ ഒരു സിമ്പിളാക്കി വെച്ചു. പക്ഷേ കന്നഡ മാത്രമേ അദ്ദേഹം ഉപയോഗിച്ചുള്ളൂ. മഹാത്മാഗാന്ധിയുടെ മൂല്യങ്ങൾ, മഹാത്മാഗാന്ധിയുടെ വിശ്വാസങ്ങൾ, മഹാത്മാഗാന്ധിയുടെ എല്ലാ സമുദായത്തെ ഒരേപോലെ കാണുന്നത്, മഹാത്മാഗാന്ധിയുടെ എല്ലാ വിധത്തിലും അവർക്ക് അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കന്നഡ ലോകത്ത് കാണിച്ചു കൊടുത്ത മഹാത്മാഗാന്ധി ഒരു പേര് കിട്ടിയല്ലോ എന്നാണ് മാത്രം അവരെ ഉപയോഗം. അത് പോരാ. അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ, അദ്ദേഹം എന്തിനാണ് ജീവിച്ച് എന്തിനാണ് മരിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഗാന്ധിജിയുടെ ജീവിതത്തിൻ്റെ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവർക്കും ഒരു കഥ ഓർമ്മയുണ്ടാവും. അദ്ദേഹം ഒരിക്കൽ ഒരു ചടങ്ങിന് ചിലവർ ക്ഷണിച്ചപ്പോൾ പോകാൻ സാധിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞു, മഹാത്മാജി നിങ്ങൾക്ക് വരാൻ സാധിച്ചില്ലെങ്കിൽ ഒരു സന്ദേശമെങ്കിലും അയച്ചു തരില്ലേ എന്ന്. അദ്ദേഹം ഒരു പോസ്റ്റ് കാർഡിൽ ഒരു വരി എഴുതി, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അപ്പോൾ ആ ജീവിതത്തെക്കുറിച്ച് അറിയണം മഹാത്മാഗാന്ധിജി. അദ്ദേഹം എന്താണ് ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്തത്, എന്താണ് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രീ കമ്പരനാരായണ ഗാന്ധി ദർശൻ സമിതിയും കൂടി നമ്മളുടെ DCC പ്രസിഡന്റ് മുമ്പിലും അഡ്വക്കേറ്റ് സുബോധൻ നമ്മളെല്ലാ മുതിർന്ന നേതാക്കളുടെ മുമ്പിലും ഈ ഓട്ടോബയോഗ്രഫി 1925 പബ്ലിഷ് ചെയ്ത ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്, ആ സത്യത്തെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ജീവിച്ചത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. ആ സത്യത്തിൻ്റെ വില മനസ്സിലാക്കാത്തവർ മാത്രമേ ഇങ്ങനെ സംസാരിക്കുള്ളൂ മഹാത്മാഗാന്ധിയെക്കുറിച്ച്. അതുകൊണ്ട് സത്യത്തിൻ്റെ പേരിൽ ഇന്ന് നമ്മൾ ഈ പുസ്തകത്തിനെ പോസ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു. അത്രേ പറയാനുള്ളൂ. ഞാൻ എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ അനുഗ്രഹവും കാണിച്ചിട്ടാ അദ്ദേഹം ഈ സിമ്പിൾ എഡിഷൻ 80 രൂപയുള്ളൂ. അദ്ദേഹത്തിന് മേടിക്കാനാവുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞങ്ങളിതാ ഇതിനെ ഒന്ന് അയച്ചു കൊടുക്കണം. അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി അദ്ദേഹം മേശപ്പുറത്തെങ്കിലും ഇരിക്കട്ടെ.